എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിവാഹം രണ്ട് വ്യക്തികൾ ഒരുമിച്ച് തുടങ്ങുന്ന മനോഹരമായ ഒരു യാത്രയാണെന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ പലപ്പോഴും സന്തോഷകരമായി തുടങ്ങിയ ബന്ധങ്ങൾ പാതി വഴിയിൽ തകർന്നു പോകുന്നതും നമ്മൾ കാണാറില്ലേ? പരസ്പരം വഴക്കിടുന്നതോ വഞ്ചനയോ മാത്രമല്ല, നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത ചില അപ്രതീക്ഷിത കാരണങ്ങളും ഇതിന് പിന്നിലുണ്ട്. വിവാഹ ബന്ധങ്ങൾ തകരാനുള്ള 11 പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് വൈകാരികമായ ഒറ്റപ്പെടൽ, അതായത് ഇമോഷണൽ നെഗ്ലക്ട്. ശാരീരികമായി ഒരുമിച്ചിരിക്കുമ്പോഴും പങ്കാളികൾ വൈകാരികമായി ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. പ്രധാനപ്പെട്ട കാര്യങ്ങൾ തുറന്നു സംസാരിക്കാനോ വിഷമങ്ങൾ പങ്കുവെക്കാനോ കഴിയാതെ വരുമ്പോൾ വൈകാരികമായ അകലം കൂടും. ഇത് ബന്ധത്തിന്റെ ആഴത്തെ തന്നെ ഇല്ലാതാക്കും. രണ്ടാമത് പാസീവ് ലിസണിങ്. പങ്കാളി പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിലും അതിന് വേണ്ടത്ര ശ്രദ്ധ നൽകുകയോ പ്രതികരിക്കാതിരിക്കുകയോ ചെയ്യുക. മനസ്സിലായി എന്ന് തലയാട്ടുന്നത് കൊണ്ട് മാത്രം ആശയവിനിമയം പൂർത്തിയാവില്ല. ഒരാളുടെ സംസാരത്തിൽ പൂർണ്ണമായും ശ്രദ്ധിക്കാതിരിക്കുന്നത് ഒരു വലിയ വിള്ളലുണ്ടാക്കും. മൂന്നാമത്തത് ഫിനാൻഷ്യൽ ഇൻഡിഫിനിറ്റി. ചെറിയ കാര്യങ്ങൾക്കായി കള്ളം പറയുന്നത് പോലെ പ്രധാനപ്പെട്ട സാമ്പത്തിക കാര്യങ്ങൾ പങ്കാളിയിൽ നിന്ന് മറച്ചു വെക്കുന്നത് വിശ്വാസം തകർക്കും. കടങ്ങൾ, നിക്ഷേപം അല്ലെങ്കിൽ അമിതമായ ചെലവുകൾ എന്നിവ രഹസ്യമാക്കുന്നത് ബന്ധത്തിന്റെ അടിത്തറ ഇളക്കുമെന്ന് മനസ്സിലാക്കണം. നാലാമത്തേത് പങ്കാളിയെ നമ്മുടെ ഇഷ്ടങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നതാണ്. പങ്കാളിയെ അവരുടെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത് ബന്ധങ്ങളിൽ വലിയ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കും. ഓരോ വ്യക്തിക്കും അവരുടേതായ ഇടവും വ്യക്തിത്വവുമുണ്ട്. അതിനെ അംഗീകരിക്കാതിരിക്കുന്നത് വലിയ മാനസിക സംഘർഷങ്ങൾക്ക് വഴിവെക്കുമെന്ന് തിരിച്ചറിയണം. 5. മൊബൈൽ ഫോൺ അഡിക്ഷൻ. പങ്കാളിയുമായി സംസാരിക്കേണ്ട സമയത്ത് പോലും മൊബൈലിൽ ശ്രദ്ധിക്കുന്ന ഒരു ശീലം. സോഷ്യൽ മീഡിയയുടെ ഈ അമിതമായ ഉപയോഗം പല ബന്ധങ്ങളിലും വലിയ വെല്ലുവിളി ഉയർത്തുന്നു. ഇത് രണ്ട് വ്യക്തികൾ തമ്മിൽ അടുത്തിരിക്കുമ്പോഴും വലിയ അകലം സൃഷ്ടിക്കുകയും ചെയ്യും. 6. അൺമാച്ച്ഡ് ഗ്രോത്ത്. വർഷങ്ങൾ കഴിയുമ്പോൾ ഒരാൾ കരിയറിലോ വ്യക്തി ജീവിതത്തിലോ ഒരുപാട് മുന്നോട്ട് പോവുകയും മറ്റേയാൾ അതേപടി നിൽക്കുകയും ചെയ്യുമ്പോൾ ചിന്താരീതിയിലും കാഴ്ചപ്പാടുകളിലും വ്യത്യാസങ്ങൾ വരും. ഈ വളർച്ചയിലെ പൊരുത്തക്കേടുകൾ ബന്ധത്തിൽ മടുപ്പുളവാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. 7. ഇന്റിമസി ഗ്യാപ്പ്. ശാരീരികമായ അടുപ്പം കുറയുന്നത് ഒരു സാധാരണ പ്രശ്നമായി തോന്നാമെങ്കിലും ഇത് വൈകാരിക അടുപ്പത്തെയും ബാധിക്കും. സ്നേഹവും കരുതലും പ്രകടിപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ ബന്ധം മുന്നോട്ട് പോകാനും സാധിക്കാതെ വരും. 8. മറ്റുള്ളവരുടെ ഇടപെടൽ. മാതാപിതാക്കളുടെയോ സുഹൃത്തുക്കളുടെയോ ദാമ്പത്യ കാര്യങ്ങളിൽ അമിതമായി ഇടപെടുന്നത് തടയാൻ പങ്കാളികൾക്ക് കഴിയാതെ വരുന്നത് ബന്ധം കൂടുതൽ മോശമാക്കും. വിവാഹ ബന്ധത്തിൽ ആരോഗ്യകരമായ അതിരുകൾ സ്ഥാപിക്കാൻ കഴിയാതിരിക്കുന്നത് വലിയ ഒരു പ്രശ്നമാണ്. 9. വീട്ടിലെ ജോലി ഒറ്റയ്ക്ക് ചെയ്യുന്നത്. വീട്ടുജോലിയോ കുട്ടികളുടെ കാര്യങ്ങളോ ഒരാൾ മാത്രം ഏറ്റെടുക്കേണ്ടി വരുന്നത് ബന്ധങ്ങളിൽ വലിയ വിള്ളൽ സൃഷ്ടിക്കും. ഈ ജോലികൾ പങ്കുവെക്കാതിരിക്കുന്നത് പങ്കാളിയിൽ അമിതമായ സമ്മർദ്ദവും നിരാശയും ഉണ്ടാക്കും. ഇത് വലിയ വഴക്കുകളിലേക്ക് വഴിമാറാനുള്ള സാധ്യതയുണ്ട്. 10. ലാക്ക് ഓഫ് അഫെക്ഷൻ. വർഷങ്ങൾ കഴിയുമ്പോൾ ചെറിയ സ്നേഹപ്രകടനങ്ങൾ ദാമ്പത്യം തകർക്കുന്നതിന് വഴിയൊരുക്കും. ചെറിയ ആക്ഷൻ പോലും ബന്ധത്തിന് ഊർജം നൽകുമെന്ന് തിരിച്ചറിയണം. 11. കോൺസ്റ്റന്റ് ക്രിറ്റിസിസം. പങ്കാളിയുടെ എല്ലാ കാര്യങ്ങളിലും തെറ്റുകൾ മാത്രം കണ്ടെത്തുകയും നിരന്തരം വിമർശിക്കുകയും ചെയ്യുമ്പോൾ ഇത് ബന്ധങ്ങളിൽ വലിയ അകലമുണ്ടാക്കാൻ വഴിയൊരുക്കും. അത്തരം സ്വഭാവങ്ങളുണ്ടെങ്കിൽ അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. ഇത്തരം രീതികൾ പങ്കാളിയുടെ ആത്മാഭിമാനത്തെ തകർക്കുകയും ആ ബന്ധത്തിൽ നിന്ന് അവരെ ഒളിച്ചോടാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. വിവാഹം എന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധമാണ്. അതിന് സ്നേഹവും ശ്രദ്ധയും നൽകിയാൽ മാത്രമേ അത് പൂവണിയുകയുള്ളൂ. ഞാൻ പറഞ്ഞ കാരണങ്ങൾ തിരിച്ചറിയുകയും തിരുത്താൻ ശ്രമിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാകും. ആരും പെർഫെക്റ്റ് അല്ല. ആ ബോധ്യം ജീവിതത്തെ മുൻപോട്ട് നയിക്കും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.